ഇന്ന് ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഒക്കെ ഒരുപോലെ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ. ഒരുപാട് നേരം നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, കൈകാലുകൾ എപ്പോഴും കഴയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നിങ്ങനെയാണ് കൊളസ്ട്രോളിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇന്ന് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളിൽ നിന്നും കുറച്ചു ഭാഗം മാത്രമാണ് കൊഴുപ്പായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക. ഭൂരിഭാഗം കൊഴുപ്പിനെയും നമ്മുടെ കരൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തോന്നാം, കരൾ എങ്ങനെയാണ് കൊഴുപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മുടെ ശരീരം ദഹിപ്പിച്ച് എനർജിയാക്കി ഉപയോഗിക്കുന്നു. എന്നാൽ അധികമായി കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് എത്തിയാൽ കരൾ അതിനെ ഗ്ലൈക്കോജനായും കൊഴുപ്പായും മാറ്റുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ ഉയരുന്നത്. ഇതിനെ തടയുന്നതിനായി ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുവാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വളരെ പതിയെ ശരീരം അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ അത് കഴിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം വളരെ പതിയെയാണ് ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് എത്തുന്നതെങ്കിൽ കരൾ അതിനെ കൺവേർട്ട് ചെയ്ത് എനർജിയാക്കി യൂട്ടിലൈസ് ചെയ്യുകയും കൊഴുപ്പായി സ്റ്റോർ ആക്കി വെക്കാതെ ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ സ്റ്റോർ ആക്കി വെക്കുന്ന ഇതിന്റെ അളവ് ഒന്ന് കുറയുകയും ചെയ്യും. അതുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനായി വളരെ പതിയെ മാത്രം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ LDLന്റെ അളവ് കുറയ്ക്കുന്നതിനായി HDL കൊളസ്ട്രോൾ അഥവാ ശരീരത്തിന് വേണ്ട കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുവാനും ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ കൂടുതലായും അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ എല്ലാം പ്രഭാത ഭക്ഷണം എന്നത്. ഇവയിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് വളരെ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് ദഹിച്ച് ഫാറ്റായി മാറുകയും ചെയ്യും. അതിനാൽ രാവിലത്തെ ഭക്ഷണ രീതി ഒന്ന് മാറ്റി, അരിയൊക്കെ ഒന്ന് മാറ്റി ഗോതമ്പോ റാഗിയോ ഓട്സോ ഒക്കെ കൊണ്ടുള്ള ഭക്ഷണമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. ഓട്സ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഓട്സ് കാച്ചി കുടിക്കുന്നത് ഒഴിവാക്കി ഉപ്പുമാവ്, പുട്ട് തുടങ്ങിയ രീതിയിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണമായി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ ഒക്കെ ഉപയോഗിക്കാം. ഇവയിലെല്ലാം ധാരാളമായി സോലുബിൾ ഫൈബേഴ്സ്, ഇൻസോലുബിൾ ഫൈബേഴ്സ്, മിനറൽ, പ്രോട്ടീൻസ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ദിവസവും രാവിലത്തെ ഭക്ഷണമായി മുട്ടയുടെ വെള്ള കഴിക്കാവുന്നതാണ്. മുട്ടയുടെ വെള്ളയിൽ ആൽബുമിൻ അതുപോലെ പ്രോട്ടീൻ ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും രാവിലെ 2-3 മുട്ടയുടെ വെള്ള കഴിക്കാവുന്നതാണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം ഫാറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഉള്ളവർ അവ ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടാതെ പഴവർഗ്ഗങ്ങളിൽ അവക്കാഡോ, ഓറഞ്ച് എന്നിവയൊക്കെ പ്രഭാത ഭക്ഷണമായി ഉൾപ്പെടുത്താം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് അരിയേക്കാൾ ഇഷ്ടം ഗോതമ്പാണെങ്കിൽ ചപ്പാത്തി കഴിക്കാവുന്നതാണ്. ചോറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ് ഒഴിവാക്കി തവിടോട് കൂടിയ അരി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഒപ്പം തോരനായി സോലുബിൾ ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാവുന്ന നാടൻ പയർ, ചതുരപ്പയർ, വാളരിപ്പയർ, ബീൻസ് എന്നിവയൊക്കെ ഉപയോഗിക്കാം. ഇവ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ കൂടുകയും ബാഡ് കൊളസ്ട്രോൾ കുറയുകയും ചെയ്യുന്നു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന സോലുബിൾ ഫൈബേഴ്സിന് ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിലെത്തുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ ആമാശയത്തിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ച് പതുക്കെ എനർജിയാക്കി മാറ്റുവാനുള്ള കഴിവുണ്ട്. ചോറിനോടൊപ്പം സലാഡുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. സവാള, വെള്ളരിക്ക, ക്യാരറ്റ് എന്നിവ തൈരും ചേർത്ത് കഴിക്കുന്നതും വളരെ ഗുണം ചെയ്യും. കൂടാതെ ഉച്ചഭക്ഷണത്തിനോടൊപ്പം ചെറിയ അളവിൽ ചിക്കനോ മീനോ ഉപയോഗിക്കാം. എന്നാൽ മീനുകളിൽ ഞണ്ട്, കൊഞ്ച്, കക്ക തുടങ്ങിയ ഷെൽ ഫിഷുകൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കുടിക്കുന്നതിനായി പുളി കുറഞ്ഞ മോര് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു 4 മണിയാകുമ്പോൾ ചായയ്ക്ക് പകരം കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉപയോഗിക്കാം. കഴിയുന്നത്ര പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. രാത്രി ഭക്ഷണം സലാഡായോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴങ്ങൾ കഴിക്കുമ്പോൾ അത് ജ്യൂസ് ഫോം ആക്കി കഴിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ജ്യൂസ് ആക്കുമ്പോൾ പഴങ്ങളിലെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പഴങ്ങൾ ചെറുതായി അരിഞ്ഞ് നന്നായി ചവച്ചരച്ച് കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനായി ബേക്കറിയിൽ നിന്നും കിട്ടുന്ന പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ കളർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. റെഡ് മീറ്റിന്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിൽ LDL കൊളസ്ട്രോൾ ധാരാളം കൂടുന്നതിന്റെ സാധ്യത വർദ്ധിക്കുന്നു.
ഇത് കഴിക്കുന്നത് കൊണ്ട് LDL കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വരണാതി കഷായം, പുൽകുരുതിക്തകം കഷായം, അർജുനാരിഷ്ടം, പുൽകുരു പഞ്ചബല ചൂർണം ഇങ്ങനെ ധാരാളം ഔഷധങ്ങൾ ഉപയോഗിച്ച് വരുന്നു. അതുപോലെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുവാനും ശ്രദ്ധിക്കണം. നടത്ത, നീന്തൽ എന്നിവയൊക്കെ ശീലമാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ മരുന്നുകളെ പരമാവധി ഒഴിവാക്കി തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറച്ചു കൊണ്ടുവരുവാൻ കഴിയും. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.